നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നീറ്റിൽ എല്ലാം സെറ്റാകുമോ? പ്രധാനമന്ത്രി ഇടപെട്ടു, ഉത്തരവാദികളായവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പ് നൽകുമെന്ന് പറയുന്നു. തുടർന്ന് സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. പകുതി പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. ഇനി അറിയേണ്ടത് CJPയും പ്രതിപക്ഷവും എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ്. പല തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും സമ്മതിക്കാതിരുന്നവർ ഇനി അതിന് തയ്യാറാകുമോ? ഈ പ്രശ്നം ഇനി എങ്ങനെ ഒത്തുതീരും? ഉറ്റുനോക്കുകയാണ് ഏവരും. എന്തായാലും ഒരുപാട് വാർത്തകളുണ്ട്. നമുക്ക് വിശദമായി തന്നെ പോകാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും സമൂഹമാധ്യമ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി. നിരാഹാരം അവസാനിപ്പിച്ച സോനം വാങ്ചുക് സമരം തുടരുമെന്ന് CJP. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടിക്കെന്ന് സൂചന. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്യുന്നത് DGP സ്ഥാനക്കയറ്റത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SPയും DYSPയും നേരിട്ട് ഹാജരാകും. SFI പ്രവർത്തകൻ അഭിമന്യു കൊലപാതക കേസിൽ വിചാരണ തീയതി ഇന്നറിയാം. എല്ലാ പ്രതികളും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. വിചാരണ തുടങ്ങുന്നത് അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന 8 വർഷങ്ങൾക്ക് ശേഷം. വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം നിരാകരിച്ച് കോടതി. തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ച തുറന്നു പറയുന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച CPM സംസ്ഥാന സമിതി. തിരിച്ചടിയായത് പ്രചരണം പിണറായിയിൽ മാത്രം കേന്ദ്രീകരിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചയെന്ന വിമർശനം. ഇരുപത്തിമൂന്നാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ വർണ്ണാഭമായ തുടക്കം. ഉദ്ഘാടനം ചെയ്ത ചാൾസ് രാജാവ്. മെഡൽ വേട്ടയ്ക്കായി ഇന്ന് ഇന്ത്യൻ ബോക്സർമാർ കളത്തിലിറങ്ങും. ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത് 5 മലയാളി താരങ്ങളടക്കം 126 പേരുടെ സംഘം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ രാത്രി ഏകദേശം 12 മണിയോടുകൂടി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ രൂപം നൽകുമെന്നും അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. फ्रेंड्स, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है. और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ CJPക്ക് പിന്തുണ അറിയിച്ച് നിരാഹാരം കിടന്ന സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് ഉപവാസ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഗുരുഗ്രാം
മെദാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത്. മെദാന്ത ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ജിതേന്ദ്ര സിംഗ് സഹായിക്കുന്നതും JP നദ്ദ അദ്ദേഹത്തിന് വെള്ളം നൽകുന്നതുമായ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോയും ഈ സമയം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. Grateful to them. Just sit down a little. You have always been my side and support, and I don't want to thank you, but express my feelings as well. എന്തായാലും ചോദ്യപേപ്പർ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നു. അതേസമയം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരും എന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് നിർണായകമാകും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അറിയേണ്ടത് പ്രതിപക്ഷത്തിന്റെ നിലപാടാണ്. ഒപ്പം തന്നെ CJPയുടെയും ഇരു കൂട്ടരും ചർച്ചയ്ക്ക് പലതവണ കേന്ദ്രം വിളിച്ചിട്ടും അതിനോട് സഹകരിച്ചിരുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ അവരെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതിനുള്ള നടപടികളിലേക്കായിരിക്കും അവർ കടക്കുകയല്ലേ? നിലവിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സോനം വാങ്ചുക്കിന്റെ നിരാഹാരം അവസാനിപ്പിച്ചതോടുകൂടി ഈ സമരം ഇനി ഏത് രീതിയിലാകും കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും മുൻപോട്ട് കൊണ്ടുപോവുക എന്നാണ് നോക്കേണ്ടത്. നിലവിൽ അഭിജിത് ദീപ്കയുടെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. പിന്തുണയ്ക്കുകയും സോനം വാങ്ചുക്കിന് നന്ദി അറിയിക്കുന്നു എന്നാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടി സമരം തുടരും എന്ന പ്രഖ്യാപനം തന്നെയാണ് അഭിജിത് ദീപ്കെ നടത്തിയിട്ടുള്ളത്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്നലെ രാത്രി ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തിയ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരും എന്നുള്ളതാണ്. ഈ രണ്ട് സമരങ്ങളുടെയും ജന്തർ മന്ദിറിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഒപ്പം പ്രതിപക്ഷത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ആകട്ടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ല ഈ വിഷയത്തിന് പോംവഴിയെന്നും ചോദ്യപേപ്പർ ചർച്ചയിൽ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ള നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഒപ്പം BJP രാഷ്ട്രീയപരമായി എടുത്ത തീരുമാനം ഈ സമര സമ്മർദ്ദത്തിന്റെ പേരിൽ ധർമ്മേന്ദ്ര പ്രധാന് രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അദ്ദേഹം തുടരുമെന്നാണ് BJP രാഷ്ട്രീയപരമായി എടുത്തിട്ടുള്ള തീരുമാനം. അതുകൊണ്ട് ഈ രണ്ട് സമരവും മുൻപോട്ട് വെച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യം അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ സമരത്തിന്റെ ഈ തീവ്രത കുറയ്ക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും തയ്യാറാകുമോ എന്നാണ് ഇന്ന് നോക്കിക്കാണേണ്ടത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാർ ഇന്ന് വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയ്ക്ക് ശ്രമിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം JP നദ്ദയും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും അത്തരത്തിലൊരു നീക്കം നടത്തിയപ്പോൾ മന്ത്രിമാരുടെ ഓഫീസുകളിലോ വസതികളിലോ എത്തി ചർച്ച നടത്താൻ സാധ്യമല്ല എന്നായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ പ്രതികരിച്ചത്. അതിന് പകരം ഇന്ന് ജന്തർ മന്ദിറിന് തന്നെ സമീപമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് ഒരു സമവായ ചർച്ച, ഒരു അനുനയ ചർച്ച നടത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് അറിയിപ്പ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചയോട് CJP എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കിക്കാണണം. ഒപ്പം ഇന്ന് പാർലമെന്റ് നടക്കുമ്പോൾ പാർലമെന്റിന് പുറത്തും അകത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും പേപ്പർ ലീക്കിൽ ഈ ചോദ്യപേപ്പർ ചർച്ചയിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഇത് ഭാവിയിൽ തടയുന്നതിന് വേണ്ടിയുള്ള ബില്ലിന് ഉടൻ തന്നെ രൂപം നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഈ കടുത്ത നടപടി എന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ CBI അന്വേഷണത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പുറത്താക്കിയിരുന്നു. അതിന് പുറകെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുണ്ട്. വിനീത് ജോഷിക്ക് പകരം നരേഷ് പാൽ ഗംഗ്വാറിനാണ് പുതിയ വിദ്യാഭ്യാസ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തിയത്. കൂടാതെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി ഇന്നലെ രാത്രി തന്നെ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രമായിരിക്കും ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കുക. അനൂപ് ഗ്രോവർ ബലികയാണ് ഈ സ്പെഷ്യൽ ജഡ്ജിയായി ഫാസ്റ്റ് ട്രാക്ക് കോടതിയെ നിയന്ത്രിക്കുക. ജിഷ്ണു
ഇടപെടലുകൾ നടക്കുമ്പോഴും ഇപ്പോഴും അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയല്ലേ ഡൽഹിയിലുള്ളത്? പ്രത്യേകിച്ച് ഇന്റർനെറ്റ് നിരോധനമുണ്ട്, മെട്രോ സ്റ്റേഷൻ അടച്ചിടുന്നു, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നില്ലേ? തീർച്ചയായും ജന്തർ മന്ദിർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുത്ത നിയന്ത്രണം തന്നെയാണ് സുരക്ഷാ സേന തുടരുന്നത്. 20-ന് നടന്ന പാർലമെന്റ് മാർച്ചിലുണ്ടായിട്ടുള്ള സംഘർഷം, കൂടാതെ കഴിഞ്ഞ ദിവസം സൻസദ് മാർഗിൽ സംഘർഷം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടുത്ത മുൻകരുതൽ നടപടികൾ കേന്ദ്ര സേനയും സുരക്ഷാ സേനയും സ്വീകരിക്കുന്നത്. നിലവിൽ 20 കമ്പനി സുരക്ഷാ സേനയാണ് അധികമായി ജന്തർ മന്ദിർ ഉൾപ്പെടെ ഡൽഹിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിലവിൽ വരുത്തിയിട്ടുള്ളത്. BSF ഉൾപ്പെടെയുള്ള കേന്ദ്ര സേന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒപ്പം ഈ സമരത്തിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ജന്തർ മന്ദിർ മേഖലയോട് ചേർന്നിട്ടുള്ള ഏകദേശം 16 മെട്രോ സ്റ്റേഷനുകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ കടുത്ത നിയന്ത്രണത്തിന്റെ ഭാഗമായി അടച്ചിട്ടിട്ടുള്ളത്. കൂടാതെ ഇന്റർനെറ്റ് വിച്ഛേദിച്ച നടപടി തുടരുകയാണ്. പോലീസിന്റെ കർശനമായ നിരീക്ഷണവും പരിശോധനയും ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്തർ മന്ദിറിന് ചുറ്റും ഒപ്പം പാർലമെന്റും മന്ത്രാലയങ്ങളും ഉൾപ്പെടുന്ന വിജയ് ചൌക്ക് മേഖല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന തീർത്ഥ സേവ്, കൂടാതെ പ്രധാനമന്ത്രിയുടെ വസതി, പ്രതിപക്ഷ നേതാവിന്റെ വസതി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളുടെ വസതികൾ, ഇവിടങ്ങളിലെല്ലാം തന്നെയും സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങളും തുടരുകയാണ്. ശ്രീജ. ശരി ജിഷ്ണു, എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ ശക്തമായ ഇടപെടൽ നടത്തുകയാണ് കേന്ദ്രം. എന്തായാലും തുടർന്ന് ഇനിയിപ്പോൾ CJPയും പ്രതിപക്ഷവും എന്ത് നിലപാട് ഈ ഒരു സമരത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ ഇനി അറിയേണ്ടത്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാർ നിയമ നടപടിയിലേക്ക് എന്ന സൂചന. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ നീക്കം. DGP സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റത്തെ ഉൾപ്പെടെ സസ്പെൻഷൻ ബാധിക്കും എന്ന സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, അജിത് കുമാറിന്റെ കൺമുന്നിലായിരുന്നു DGP കസേര. അത് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നടപടി നേരിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നിയമ നടപടിയിലേക്ക് പോകുന്നു, അല്ലേ? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് MR അജിത് കുമാർ ഉള്ളത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 30-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ 30-ാം തീയതിക്ക് ശേഷം അദ്ദേഹം DGP കസേരയിലേക്ക് എത്തേണ്ടതായിരുന്നു. നിലവിലുള്ളതിൽ വെച്ച് സീനിയർ ആയിട്ടുള്ള ആൾ കൂടി അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഒരു പദവിയിലേക്ക് എത്തേണ്ട ആൾ അദ്ദേഹമായിരുന്നു. പക്ഷേ ഈ ഒരു സസ്പെൻഷൻ നടപടികളിലൊക്കെ തന്നെ വരുമ്പോൾ ആ പദവിയിലേക്കുള്ള ഉയർച്ച അതെത്രമാത്രം അത് വലിയ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എന്തായാലും സർക്കാർ നടപടി എടുത്തതിനെ തുടർന്ന് ഇനിയിപ്പോൾ നിയമ നടപടികളുമായി നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ അജിത് കുമാറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ റിപ്പോർട്ട്, അതായത് അല്ലെങ്കിൽ ഈ നടപടിയിലേക്ക് വരാനായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലുകൾ ഈ നിലയ്ക്കാണ്. ഇരകൾക്ക് നീതി നിഷേധിക്കാനും പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാനും അജിത് കുമാർ ഇടപെട്ടു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ADGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ വഴിവിട്ട ഇടപെടൽ നടത്തിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയതിനും തെളിവുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അജിത് കുമാർ നൽകിയിരുന്ന വിശദീകരണം അത് തൃപ്തികരമല്ല എന്ന് ADGP വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു റിപ്പോർട്ട് നേരെ ആഭ്യന്തര സെക്രട്ടറിക്കും തുടർന്ന് ആഭ്യന്തരമന്ത്രി അതിൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന സമയത്ത് അതിൽ സസ്പെൻഷൻ എന്നുള്ള നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നത്. തുടർന്നാണ് ഈ നടപടികളൊക്കെ തന്നെ വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അജിത് കുമാറിന്റെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ട്രിബ്യൂണലിനെ സമീപിക്കുക, അതിനുശേഷം കോടതിയെ സമീപിക്കുക, ഒപ്പം തന്നെ തനിക്ക് വിശദീകരിക്കാൻ സമയം തന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആയിരിക്കും അജിത് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ SITയുടെ കണ്ടെത്തലുകൾ തള്ളിക്കൊണ്ടാണ് DGPക്ക് അദ്ദേഹം മറുപടി നൽകിയിരുന്നത്. അത് ആ കാര്യം ഉൾപ്പെടെ അദ്ദേഹം ട്രിബ്യൂണലിന് മുന്നിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ആ നിലയ്ക്ക് നിയമ നടപടികളിലേക്ക് പോവുക. ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് അത് ഈ ഒരു നടപടികൾ, അതായത് ഒരു തരത്തിലും DGP പദവിയിലേക്ക് എത്താൻ കഴിയാത്ത വിധമുള്ള ഒരു നടപടിയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്തായാലും ഈ അജിത് കുമാറിന് പകരമായി മറ്റൊരാളെ എന്തായാലും സർക്കാർ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം അജിത് കുമാറിന് പകരമായി ആരെങ്കിലും അവിടേക്ക് എത്തിച്ചാൽ സ്വാഭാവികമായും അജിത് കുമാറിന് അത് ട്രിബ്യൂണലിന് മുന്നിലോ കോടതിക്ക് മുന്നിലോ പറയുന്ന ഘട്ടത്തിൽ അതൊരു
പിടിവള്ളിയാകാൻ കൂടി സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് തന്നെ മാറ്റി നിർത്തുകയും വേറൊരാളെ അവിടേക്ക് അവരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി എന്നുള്ളൊരു വാദം ഉന്നയിക്കാനും അജിത് കുമാർ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പദവി ഒഴിച്ചിടാനായിട്ടുള്ള തീരുമാനത്തിൽ തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, രവി, അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ച തുറന്നു പറയുന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സമിതി. അതായത് ഈ പ്രചരണം പിണറായിയിൽ മാത്രം കേന്ദ്രീകരിച്ചതാണ് ഒരു തിരിച്ചടി എന്നുള്ളതാണ് അവരുടെ ഒരു നിഗമനം. എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചയൊന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. മറ്റെന്തൊക്കെ വിമർശനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്? ശ്രീജ, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏറ്റവും താഴെത്തട്ട് മുതൽ തന്നെ ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അതിന്റെ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള രൂപമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ആ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള വിമർശനം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിന് എന്നുള്ളതാണ് പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. സംസ്ഥാന നേതൃത്വം ഈ മൂന്നാം വട്ടവും ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുവേണ്ടി സർക്കാരിന്റെ നേട്ടങ്ങളെ മാത്രമാണ് പ്രധാനമായും പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ഇടത് രാഷ്ട്രീയത്തിന് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള വഴിയും വെച്ചില്ല എന്നുള്ളത് പ്രധാനമായും അത് ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് വിമർശനമായി തന്നെ കേന്ദ്ര കമ്മിറ്റി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിലൊരു വിമർശനം നേരത്തെയും കീഴ്ഘടകങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയും അതൊക്കെ തന്നെയും ചർച്ചയ്ക്ക് വരികയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും അത് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയും അത് അടിവരയിട്ട് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലും അത് പറയുന്നത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായി. ഒപ്പം തന്നെ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമായിരുന്നു. ആ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട്, അതായത് ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുള്ള ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിനെ സംസ്ഥാന സമിതി അംഗീകരിച്ചു എന്നതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ വിശാലമായിട്ടുള്ള സമിതി രൂപീകരിക്കും, കമ്മിറ്റി രൂപീകരിക്കും. അതിനുശേഷം ഇത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനൊരു തീരുമാനം അത് ഉണ്ടാകുന്നു സെപ്റ്റംബർ മാസത്തിലാണ് ഉണ്ടാവുക. സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ ഈ ചർച്ചകൾ നടക്കുക. അത് കോഴിക്കോട് വെച്ചായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയൻ മാത്രം ഇത്തരത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവായി നിന്നത്, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള വീഴ്ച, PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൈകാര്യം ചെയ്തതിലെ വീഴ്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശ്രീജ, രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ബി ജോൺ തോമസ്. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തീയതി ഇന്നറിയാം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ 16 പേരുടെ വിചാരണയാണ് ആരംഭിക്കുന്നത്. പ്രതികളെ കഴിഞ്ഞ തവണ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. എന്തായാലും നമുക്കറിയാം, നീണ്ട 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു വാർത്ത കൂടിയാണ്. SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തീയതി ഇന്ന് അറിയാം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SPയും DYSPയും നേരിട്ട് ഹാജരാകും. അറസ്റ്റിലായ ഡോക്ടർ റാമിനായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഈ മരണത്തിൽ
ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇതേ തുടർന്ന് ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? കോട്ടയം കൂരപ്പടയിൽ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിലെ 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. 4 പേരുടെയും മൃതദേഹം ഇന്ന് രാവിലെ 11 മണിക്ക് ചേപ്പുംപാറ മാർത്താമറിയം ദേവാലയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. ഇക്കഴിഞ്ഞ 14-നാണ് ഇവരെ വീടിനുള്ളിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം ഇത് ഒരുപാട് ദുരൂഹത ഈ ഒരു മരണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവത്തിലെ ദുരൂഹത നീക്കാനൊക്കെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ചാണ്ടിയുമ്മൻ MLA ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയതൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ 4 കുടുംബത്തിൻ്റെ ആത്മഹത്യാ ശ്രമം അത് ഈ മാസം 13-നായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഈ സംഭവത്തിന് പിന്നിലെ കാരണം എന്തെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ളാക്കാട്ടൂർ ചേപ്പുംപുറം മർത്താമറിയം പള്ളിയിൽ രാവിലെ 11 മണിക്ക് ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കും. സംസ്കാരം വൈകുന്നേരമാണ്. അതേസമയം ശ്രീജ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ MLA ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഈ സംഭവത്തിലെ ദുരൂഹത നീക്കാൻ വേണ്ടി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് ഇപ്പോൾ അദ്ദേഹം രമേശ് ചെന്നിത്തല DGPക്ക് കൈമാറിയതായാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഈ ആത്മഹത്യയുടെ പിന്നിലെ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് ചാണ്ടിയുമ്മൻ MLA ആവശ്യപ്പെട്ടത്. ഇന്നലെയും ചാണ്ടിയുമ്മൻ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ എത്തരത്തിലാണ് ഇവർക്ക് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ മരിച്ച ജോസ്ന ഒരു സഹകരണ ബാങ്കിൽ കൂരപ്പട സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. ഈ ബാങ്കിൽ നിന്നും ഇവർ ലോൺ എടുത്തതായി സൂചനകളുണ്ട്. അതേപോലെ തന്നെ ലോണിൻ്റെ പേരിൽ ചിട്ടി പലരിൽ നിന്നായി ചിട്ടിപ്പണം പിരിച്ചിരുന്നതായും എന്നാൽ ഈ പണം ബാങ്കിൽ അടച്ചിരുന്നില്ലെന്നും തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. 10 ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ പണം ആവശ്യപ്പെട്ട് വിദേശത്തായിരുന്ന യുവാവ് ഇവരെ വിളിച്ചിരുന്നതായും ഒക്കെ സൂചനകളുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഈ ചിട്ടിപ്പണം അടയ്ക്കാൻ കഴിയാതെ വന്നത് അല്ലെങ്കിൽ മടക്കി നൽകാൻ കഴിയാതെ വന്നത് എന്നതടക്കം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരെ ആരെങ്കിലും സാമ്പത്തികമായി വഞ്ചിച്ചിരുന്നോ, എന്തെങ്കിലും ഇവർക്ക് ആരെങ്കിലും ഇവരുടെ പക്കൽ നിന്നും ആരെങ്കിലും വലിയ തുക കടം വാങ്ങുകയോ അല്ലെങ്കിൽ ഇവർക്ക് പണം നൽകാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അടക്കം അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. ഇതിനുവേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. സഹകരണ വകുപ്പും ഇതിൽ ഒരു ഭാഗമായി വരുന്നുണ്ട്. കാരണം ഈ കൂരപ്പട ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന് സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ചാണ്ടിയുമ്മൻ MLA ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി വകുപ്പ് മന്ത്രിയുമായും അദ്ദേഹം സംസാരിച്ചിരുന്നു. ഏതായാലും എല്ലാ ഭാഗത്തു നിന്നും സഹകരണ വകുപ്പിൻ്റെ അടക്കം ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. ഏതായാലും ഈ കുടുംബത്തിലെ 2 പേരുടെ തോമസിൻ്റെയും ജോസനയുടെയും സാമ്പത്തിക ഇടപാടുകളും അതേപോലെ തന്നെ ഇവരുടെ ഫോൺ കോളുകളും പരിശോധന വിധേയമാകും. ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലീസ് നടത്തിവരികയാണ്. നിലവിൽ അയർക്കുന്നം SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ തോമസിൻ്റെ കുടുംബാംഗങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പ് ഈ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പും അതേപോലെ FIRൻ്റെ കോപ്പിയും നൽകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. FIRൻ്റെ കോപ്പി ആവശ്യപ്രകാരം തന്നെ പോലീസ് കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം ആത്മഹത്യാക്കുറിപ്പും അതേപോലെ തന്നെ ഈ മരണമൊഴി ഈ കുടുംബാംഗങ്ങളുടെ മരണമൊഴിയും ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിനൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഈ ആത്മഹത്യാക്കുറിപ്പും അതേപോലെ തന്നെ മരണമൊഴിയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അത് പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ദിവസങ്ങളിൽ കാര്യമായി തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും എന്നുള്ള തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ 2-3 ദിവസത്തിനുള്ളിൽ
ഇക്കാര്യങ്ങളിലും ഒരു വ്യക്തത വരും. കഴിഞ്ഞ ദിവസം പോലീസും അതേപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും ഒക്കെ ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഏതായാലും ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ ചേപ്പുംപാറ മർത്താമറിയം പള്ളിയിൽ പൊതുദർശനത്തിനെത്തിക്കും. പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണി മുതൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. ശരി പ്രശാന്ത്. കോട്ടയം കുരപ്പടിയിൽ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിലെ 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പ്രശാന്ത് ജോസഫായിരുന്നു വിവരങ്ങളുമായി ഒപ്പം ചേർന്നത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2ാം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. ഇന്ന് 11 മണിക്ക് SITക്ക് മുൻപാകെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ദിവസം കേസിൽ റിബേഷിനെയും അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു. വിവരങ്ങളുമായി ലക്ഷ്മി പ്രിയ ചേരുകയാണ്. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, റിബേഷ് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു, അത് കിട്ടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്താൽ പോലും അദ്ദേഹത്തെ വിട്ടയക്കാൻ വ്യവസ്ഥയുണ്ട്. അതിന് തന്നെയല്ലേ ഒരു സാധ്യതയും കാണുന്നത്? അതെ, ഗുഡ് മോർണിംഗ് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ധൈര്യത്തിൽ ഇന്ന് റിബേഷിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് റിബേഷിനെ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2ാം പ്രതിയായിട്ട് പ്രതി ചേർക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നോട്ടീസും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു അന്വേഷണ സംഘം ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് ഒരു വർഗീയ വേർതിരിവുണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ജിതിൻ ഭാസ്കറാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി ആദ്യം ഷെയർ ചെയ്തത് റിബേഷ് രാമകൃഷ്ണനാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിബേഷ് ആണ് റെഡ് എൻകൗണ്ടർ എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് റിബേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ജിതിൻ ഭാസ്കറിൻ്റെ ഫോൺ റീസെറ്റ് ചെയ്തതായിട്ടും കണ്ടെത്തിയിരുന്നു. അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്ന് വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ജിതിൻ ഭാസ്കറിനെയും കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് റിബേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ശ്രീജ. ശരി ലക്ഷ്മി. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2ാം പ്രതിയായി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകിയിരിക്കുകയാണ് SIT. എന്തായാലും അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തീയതി ഇന്ന് നമുക്കറിയാൻ സാധിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ 16 പേരുടെ വിചാരണയാണ് ആരംഭിക്കുന്നത്. പ്രതികളെ കഴിഞ്ഞ തവണ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, നീണ്ട 8 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിചാരണ നടപടികൾ നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വിവരങ്ങൾ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. ഈ വിചാരണയുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. 27 പ്രതികളാണ് ഈ കേസിൽ ആകെ ഉള്ളത്. അതിൽ ആദ്യം പിടിയിലായിട്ടുള്ള 16 പേരുടെ വിചാരണകളാണ് ഈ പ്രാരംഭ നടപടികളിലേക്ക് ഏതായാലും കടന്നിരിക്കുന്നത്. ഈ 16 പേരെയും കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ വെച്ച് ഇവരുടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. എന്നാൽ പ്രതികൾ ഈ കുറ്റം നിഷേധിക്കുകയായിരുന്നു. ഏതായാലും പ്രധാനമായിട്ടും കലാപശ്രമം, ഗൂഢാലോചന, കൊലപാതകം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പ്രതികൾക്കെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 1ാം പ്രതി അടക്കമുള്ള ആളുകൾ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. അതായത് ഈ പിടിയിലായിട്ടുള്ള 16 പേരും സംഭവ ദിവസം ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. ഇതിലെ 10ാം പ്രതി സഹലാണ് അന്ന് അഭിമന്യുവിനെ കത്തി ഉപയോഗിച്ച് കുത്തിയത്. ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഈ കുറ്റപത്രം കഴിഞ്ഞ ദിവസം വായിച്ചു കേൾപ്പിച്ചിരുന്നു. മാത്രവുമല്ല, ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ ആദ്യഘട്ടത്തിൽ, അതായത് പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയും എന്നാൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താത്തതായിട്ടുള്ള ആളുകളെ അവരുടെ വിവരങ്ങൾ കൂടി ഹാജരാക്കാനായിട്ട് നിർദ്ദേശമുണ്ട്. ഇന്ന് അതും കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കും. ഏതായാലും വിചാരണ എന്ന് ആരംഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഇന്ന് വ്യക്തത ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിചാരണ തുടങ്ങുന്ന തീയതി അടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്ന് കോടതി അറിയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീജ. ശരി. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ കിരൺ സൂചിപ്പിച്ച പോലെ വിചാരണ തീയതി നമുക്ക് ഇന്നറിയാൻ സാധിക്കും.
മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം ഏറ്റെടുത്ത് അവിടെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാൻ നഗരസഭയുടെ നീക്കം. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നഗരസഭയുടെ തീരുമാനം. ദേശീയ താരങ്ങളടക്കം ഒട്ടേറെ ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുത്ത മണ്ണാണ് മലപ്പുറം കോട്ടപ്പടി മൈതാനം. നഗരവികസനത്തിന് പുതിയ വേഗം നൽകാനാണ് കോട്ടപ്പടി മൈതാനം ഏറ്റെടുക്കാനുള്ള നഗരസഭയുടെ നീക്കം. സ്പോർട്സ് കൗൺസിലിന്റെ കൈവശമുള്ള മൈതാനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം അടുത്ത കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാനാണ് നീക്കം. സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി നിലവിലെ സ്റ്റേഡിയം മാറ്റിസ്ഥാപിച്ച് അവിടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ സെൻട്രൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് നഗരസഭ നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ സിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ റോഡ് മാത്രമല്ല, മലപ്പുറം നഗരത്തിലുള്ള ബിൽഡിങ്ങുകളുടെ ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട്. ഇത് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ, കുറച്ചും കൂടെ ആളുകൾക്ക് എല്ലാവർക്കും സൗകര്യത്തിൽ പാർക്കിങ്ങും, അതുപോലെ തന്നെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ബജറ്റിൽ പറഞ്ഞതുപോലെ 15 ഏക്കറിൽ നമുക്കൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ഥലം അക്യൂർ ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക് ഇത് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ ഉണ്ട്. ജില്ലാ ആസ്ഥാനത്തെ ഏക മൈതാനമായ കോട്ടപ്പടിയിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരുന്നത്. ഇത് പ്രമുഖ കായിക മത്സരങ്ങൾ പലതും മലപ്പുറത്തിന് നഷ്ടപ്പെടുത്തി. കോട്ടപ്പടി മൈതാനത്തിനു പകരം ഇൻഗൽ സിറ്റിയിലോ നഗരസഭയിലെ മറ്റേതെങ്കിലും അനുയോജ്യമായ സ്ഥലത്തോ 15 ഏക്കർ ഭൂമിയിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുമെന്നാണ് വാഗ്ദാനം. എന്നാൽ നിലവിലെ സ്റ്റേഡിയം നഷ്ടപ്പെടുകയും പുതിയ സ്റ്റേഡിയം നിർമ്മാണം നീണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഫുട്ബോൾ ആരാധകർ പറയുന്നു. ഒരു ബദൽ സംവിധാനം ഒരുക്കിയിട്ട് മാത്രമേ നഗരസഭ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റിന് മുന്നോട്ട് പോകാവൂ എന്ന് ഒരു എളിയ ഒരു നിർദ്ദേശം, അഭിപ്രായം എന്നെ പോലെയുള്ള കായിക പ്രേമികൾ, പ്രത്യേകിച്ച് ഫുട്ബോളിന് വളരെയധികം വളക്കൂറുള്ളൊരു മണ്ണാണ്. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നിരവധിയായ ദേശീയ താരങ്ങളെ സംഭാവന ചെയ്തൊരു മണ്ണാണ്. അമൃത ന്യൂസ്, മലപ്പുറം. നല്ല കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. കോഴിക്കോട് 4 മക്കളുമൊത്ത് അടച്ചുറപ്പില്ലാത്ത വാടക വീട്ടിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകിയിരിക്കുകയാണ് പ്രവാസി വ്യവസായി സിദ്ദിഖ് പുറായിൽ. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനകം 60-ലധികം നിർധന കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ ഭൂമി നൽകി തണലായ വ്യക്തിയാണ് സിദ്ദിഖ്. ഒഡീസയിൽ നിന്നും 16 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയതാണ് ബിബാച്ച കുസ്ലെ എന്ന ബിനു. കൊടിയത്തൂർ സ്വദേശിനിയായ വിജിതയെ വിവാഹം കഴിച്ച് 4 മക്കളുമായി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും വാടക വീടിനപ്പുറം സ്വന്തം വീടെന്നത് ഇവരുടെ ഒരു സ്വപ്നമായിരുന്നു. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ സർക്കാരിന്റെയോ മറ്റ് ഭവന പദ്ധതികളുടെയോ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നിസ്സഹായാവസ്ഥയിലായിരുന്ന ഈ കുടുംബത്തിന്റെ സങ്കടം റിട്ടയർഡ് അധ്യാപികയായ സോഫിയ ടീച്ചറിലൂടെയാണ് സിദ്ദിഖ് പുറായിലിന്റെ കാതുകളിലെത്തുന്നത്. വിവരമറിഞ്ഞ ശേഷം തന്നെ മറ്റൊന്നും ആലോചിക്കാതെ സഹായഹസ്തവുമായി അദ്ദേഹം മുന്നോട്ട് വരികയായിരുന്നു. ചെറുവാടി തെനങ്ങപ്പറമ്പിൽ തനിക്കുള്ള ഭൂമിയിൽ നിന്നും 4 സെന്റ് സ്ഥലം ബിനുവിന് വീട് വെക്കാനായി അദ്ദേഹം സന്തോഷത്തോടെ കൈമാറി. ഇവിടെ ഞാൻ ഒരു 100ഓളം വീടോ വീടിനനുബന്ധ സ്ഥലങ്ങളോ കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലും ഞാൻ നിയത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 4-5 വർഷമായിട്ട് ഒരു 10-60ഓളം വീടിന് സ്ഥലവും വീടൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ സാധിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നത്. ഇനി ബാക്കിയുള്ളത് പൂർത്തീകരിക്കണം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് സന്തോഷം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഇതാണിത്. അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് സിദ്ദിഖ് സാറോടാണ്. ഇതാദ്യമായല്ല സിദ്ദിഖ് പുറായിൽ ഇത്തരമൊരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത്. സ്വാതന്ത്ര്യം ഭവന പദ്ധതി എന്ന പേരിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനകം 60-ലധികം നിർധന കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് വെക്കാൻ ഭൂമി നൽകി തണലായ വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റെത്. സ്വന്തമായ 1 ഇഞ്ച് ഭൂമി പോലുമില്ലാത്ത 100 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയെന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഇദ്ദേഹം മുന്നേറുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട SFI ഇന്ന് രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചും നീറ്റ് പരീക്ഷയുടെ അട്ടിമറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുമാണ് അഖിലേന്ത്യാ പഠിപ്പ് മുടക്ക സമരം. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്നലെ KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചിരുന്നു. ഇതോടെ തുടർച്ചയായ 2ാം ദിവസമാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദ് നടക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ജനനി അവാർഡ് 2026 സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമ്മാനിച്ചു. കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം അമ്മയ്ക്ക് സമർപ്പിച്ചു.
മാനവിക സേവനങ്ങൾ, കരുണ, സാമൂഹിക പരിവർത്തനം എന്നീ മേഖലകളിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ജനനി അവാർഡ് 2026 സമ്മാനിച്ചത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 11ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത്. ജനനി അവാർഡ് 2026 സ്വീകരിച്ചുകൊണ്ട് മാതാ അമൃതാനന്ദമയി ദേവി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ആദരപൂർവ്വം അനുസ്മരിച്ചു. രാജ്യത്തെ ശാസ്ത്രരംഗത്ത് ഉന്നതിയിലെത്തിക്കുകയെന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാമെന്ന് അമ്മ പറഞ്ഞു. ഉയരങ്ങൾ കീഴടക്കിയ ശേഷവും അദ്ദേഹത്തിന്റെ എളിമയും എല്ലാവരോടുമുള്ള സ്നേഹവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. അബ്ദുൽ കലാമിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ജനനി അവാർഡ് 2026 സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ ബഹുമതി താൻ എല്ലാവർക്കും വേണ്ടിയാണ് സ്വീകരിക്കുന്നതെന്നും അമ്മ കൂട്ടിച്ചേർത്തു. ശാസ്ത്രജ്ഞനും ദാർശനികനും ദീർഘദൃഷ്ടിയുള്ളതും കലാകാരനും രാജ്യസ്നേഹിയും എഴുത്തുകാരനും കവിയും എല്ലാമായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല അദ്ദേഹത്തെ വ്യത്യസ്തനും അതുല്യനും ആദരപൂർവ്വം സ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എളിമയും സ്നേഹവുമാണ്. എത്ര ഉയരങ്ങളിലെത്തിയെങ്കിലും ഞാനൊന്നുമല്ല എന്നുള്ള മനോഭാവവും വിനയപൂർവ്വമുള്ള ആ സമീപനമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയത്. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറമാണ് അമ്മയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഇന്ന് ലോകത്ത് അമ്മയുടെ സാന്നിധ്യത്തെക്കാൾ മൂല്യമുള്ള മറ്റൊന്നുണ്ടെന്ന് താൻ കരുതുന്നില്ല. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ് അമ്മ. മറ്റുള്ളവർക്കായി സേവനം ചെയ്യുമ്പോഴാണ് മനുഷ്യജന്മം പൂർണ്ണമാകുന്നതെന്ന അമ്മയുടെ സന്ദേശം മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ജീവിത ദർശനമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമ്മ doesn't require any introduction. What is she, how she has developed herself, and what she is doing for the whole humanity doesn't require any introduction. Place, region, religion, people is not the barrier at all. For her, everything is humanity. She knows what is humanity and her life is for humanity. She has placed her whole life for the human beings, not for herself. Life is not for herself. It is for others. And that is the greatness of the great souls. Dr. Kalam's life was same thing. What did he give us? He gave us everything. The science, the space, the astronomy. All that, the person of his greatness, his caliber, was on this earth, was the President of India. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദർശനവും മൂല്യങ്ങളും ആസ്പദമാക്കി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന കലാംസ് ഏഞ്ചൽ എന്ന പ്രചോദനാത്മക ചിത്രത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനവും രാജ്യവ്യാപക വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായ ജനനി 2026 ഔദ്യോഗിക ഉദ്ഘാടനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ APJM നസീമ മരക്കാർ, എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ജെറി മാത്യു, ഓർഗനൈസിംഗ് സെക്രട്ടറി ഒളിവിയ സൈറ റൈജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന പേരിൽ ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് 295 രൂപ വീതം 2 തവണ ഈടാക്കിയ ബാങ്കിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചിരിക്കുകയാണ് കാസർഗോഡ് കുമ്പളയിലെ രാജു സ്റ്റീഫൻ ഡിസൂസ. 10,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും നൽകാനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സീതാംകോളി ബ്രാഞ്ചിലായിരുന്നു രാജു അക്കൗണ്ട് തുറന്നിരുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ കുമ്പള സ്വദേശിയായ രാജു സ്റ്റീഫൻ ഡിസൂസയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു ബാങ്ക് തുക ഫൈനായി ഈടാക്കിയപ്പോൾ അതിനെതിരെ അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 15,000-ഓളം രൂപ കോടതി ചെലവടക്കം അദ്ദേഹത്തിന് നൽകാൻ ഉപഭോക്തൃ കോടതി വിധിച്ചിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താ സംഭവിച്ചത്? ഞാൻ 2022 സൗത്ത് ഇന്ത്യ ബാങ്ക് സീതാംകുളി ബ്രാഞ്ചിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കി. പക്ഷേ അതിനുശേഷം ഞാൻ അതിൽ ഒരു ട്രാൻസാക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ 2023 ജനുവരി ഈ മാസത്തിൽ 295 രൂപ ഡിഡക്റ്റ് ചെയ്തു. 2ാം മാസവും
295 രൂപ ഡിഡക്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഞാൻ ബാങ്കിലേക്ക് പോയി, ഇതെന്താ ഇങ്ങനെ പൈസ ഡിഡക്റ്റ് ആക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അവർ നോക്കി പറഞ്ഞു, നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, അതിൻ്റെ പേരിൽ 2 രൂപ ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെ അക്കൗണ്ട് ഇൻസഫിഷ്യൻറ്റ് അക്കൗണ്ടായി മാറി, അതുകൊണ്ടാണ് ഈ തുക ഡിഡക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് അത് ശരിയല്ലല്ലോ, ഞാനൊരു ട്രാൻസാക്ഷൻ നിങ്ങൾ ബാങ്കിൽ ചെയ്തിട്ടില്ല, ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കി മാത്രം, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ പൈസ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. ശരി, അങ്ങനെ ഞാൻ കൺസ്യൂമർ കോടതിക്ക് പോയി. അവിടുന്ന് എനിക്ക് നീതി ലഭിച്ചു. അതെ, 2026 വിധി വന്നു. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കൂടിയുണ്ട്. ഒരു നാച്ചുറൽ ജസ്റ്റിസ് പ്രകാരം 15 ദിവസത്തിന് നോട്ടീസ് കൊടുക്കാത്ത ഒരാളെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ പോലും എടുക്കുന്നതിന് നീതി സാധ്യത ഇല്ല. ലിറ്റിഗേഷൻ്റെ കോസ്റ്റ് എന്ന് വെച്ചിട്ട് കോടതി ചിലവ് കൊടുക്കണം, പ്ലസ് എത്ര ഡിഡക്റ്റ് ചെയ്തോ ആ പൈസയെ തിരിച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അനുകൂലമായുള്ള ഒരു വിധി വന്നത്. ഇത്തരം നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആളുകൾ, ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ബാങ്ക് ഈ രീതിയിൽ കൊള്ള അടിക്കാൻ പാടില്ല. നോക്കി, ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മാത്രം, ഞാൻ ഒരു ട്രാൻസാക്ഷൻ നടത്തില്ല, അതിൻ്റെ പേരിൽ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ട് ഈ 2 രൂപ മൈനസ് ആക്കിയിട്ട് ഇങ്ങനെ പൈസ ഡിഡക്റ്റ് ആക്കുന്നത് അത് ശരിയല്ല. ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ 2 രൂപയാണ് ആദ്യം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. പിന്നീട് സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് 295 രൂപ വെച്ച് ബാങ്ക് പിടിക്കാൻ തുടങ്ങിയത്. അതിനിപ്പോൾ നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകുവാൻ ഉപഭോക്തൃ കോടതി വിധിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് കുമ്പളയിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. കൊച്ചി പനമ്പള്ളി നഗറിലെ CGP അനുകൂല സമരത്തിൽ റാപ്പർ വീടിന്റെ മാനേജർ അടക്കമുള്ളവർക്കെതിരെ കേസ്. പൊതുവഴി തടഞ്ഞതിനാണ് എറണാകുളം ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വീടിന്റെ മാനേജർ വിഘ്നേഷ് അടക്കം കണ്ടാൽ അറിയാവുന്ന 99 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി കിരൺ കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. കിരൺ, കഴിഞ്ഞ ദിവസമാണ് ഈ CGPക്ക് അനുകൂലമായിട്ട് റാപ്പർ വേടനും സംഘവും, ഒരുപാട് സാമൂഹ്യ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു, സാംസ്കാരിക നേതാക്കളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു, ഇവർക്കെതിരെ കേസ് വന്നിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ശ്രീജ, 22-ാം തീയതി വൈകിട്ട് 5 മണിക്കായിരുന്നു പനമ്പള്ളി നഗറിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു വേടനടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി അവിടെ നടന്നത്. ഈ പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് വഴി തടഞ്ഞ് തടസ്സമുണ്ടാക്കി എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് സ്വമേധയാൽ എടുത്ത കേസാണിത്. എറണാകുളം ടൗൺ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വേടന്റെ മാനേജറായിട്ടുള്ള വിഘ്നേഷ് പിള്ള, ഇയാളെ 1-ാം പ്രതിയാക്കിയും ഒപ്പം തന്നെ കണ്ടാലറിയാവുന്ന 99 പേർക്കുമെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പരിപാടി നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു. ഈ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ ഉടനെ ആരംഭിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി കിരൺ, കൊച്ചി പനമ്പള്ളി നഗറിലെ CGP അനുകൂല സമരത്തിൽ റാപ്പർ വേടന്റെ മാനേജർ അടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു കിരൺ കുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമിയിൽ നിന്ന് തേക്കുമരങ്ങൾ കടത്തിക്കൊണ്ടുപോയി. പത്തനംതിട്ട റാന്നി ഭഗവതിക്കുന്ന് ദേവക്ഷേത്രത്തിൽ സമീപത്ത് നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരത്തടികൾ കാണാതായത്. സംഭവത്തിൽ ആറന്മുള അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ റാന്നി പോലീസിൽ പരാതി നൽകി. രാമപുരം സബ് ഗ്രൂപ്പിലെ ചിലരുടെ അറിവോടെയാണ് മരം കടത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ പരിശോധനയ്ക്കായി എത്തിയ ആറന്മുള അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ സൈനുരാജാണ് തടികൾ മോഷ്ടിക്കപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. 1 മാസം മുമ്പാണ് ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾക്ക് സമീപമുണ്ടായിരുന്ന വലിയ തേക്കുമരവും റോഡരികിലുണ്ടായിരുന്ന മറ്റൊരു തേക്കുമരവും മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടത്. ഇതിൽ പടവുകൾക്ക് സമീപത്തെ മരത്തിന്റെ ചുവടുഭാഗം മാത്രമാണ് നിലവിലുള്ളത്. ശേഷിക്കുന്ന തടികളെല്ലാം കടത്തിക്കൊണ്ടുപോയി. ക്രാന്തിക്കാരൻ്റെ നേതൃത്വത്തിൽ ആൾ വന്നേക്കുന്നത്, വെട്ടാൻ ആൾ വന്നേക്കുന്നത്. ഈ വീട്ടുകാരൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും അപേക്ഷ അവർ സ്വീകരിച്ചൊന്നുമില്ല. ഇപ്പം ഈ കഴിഞ്ഞ മേടത്തിലെ കാർത്തിക ഇവിടുത്തെ ഉത്സവം ആ ഇടയ്ക്കാണ് ഇത് വെട്ടിക്കൊണ്ടുപോയത്. 2-3 മാസമായുള്ളൂ. മരങ്ങൾ വീടിന് ഭീഷണിയാണെന്ന് വർഷങ്ങളായി സമീപവാസികളുടെ പരാതി നിലനിന്നിരുന്നു. ഇതു മുതലെടുത്താണ് ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മാത്രം മുറിച്ചു നീക്കിയത്. എടുത്തുകൊണ്ട് പോയപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പൈസ ഒക്കെ അടച്ചാണോ, ലേലം പിടിച്ചാണോ, ആ പൈസ അടച്ചിട്ട് നീ കൊടുത്തിട്ട് പൈസ അടച്ചാൽ മതി എന്നെ ഒക്കെ പറഞ്ഞു. തേക്കുമരങ്ങൾക്ക് പുറമെ ആഞ്ഞിലി, മഞ്ചാടി എന്നിവയും ചില പാഴ്മരങ്ങളും ഇവിടെ നിന്ന് മുറിച്ചിരുന്നു. രാമപുരം സബ് ഗ്രൂപ്പിലെ ചിലരുടെ അറിവോടെയാണ് ഇവ കടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം.
എന്നാൽ താൻ ചുമതലയേൽക്കുന്നതിന് മുമ്പാണ് മരം മുറിച്ചതെന്നും മരം മുറിക്കാൻ നിയമപരമായ അനുമതി ലഭിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ അറിയിച്ചു. സംഭവത്തിൽ റാന്നി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലെത്തുകയാണ്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയും നേരിട്ട് ഹാജരാകും. അറസ്റ്റിലായ ഡോക്ടർ റാമിനായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷയും നൽകും. അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. രാജേഷ്, വിവരങ്ങൾ. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്നാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്ന് തന്നെ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ജസ്റ്റിസ് ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ പണത്തിന് മീതെ പരുന്തും പറക്കില്ല, ഇവിടെ പോലീസ് നിഷ്ക്രിയമാണ്, പോലീസ് സംവിധാനം പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ ഒരു വിശദീകരണം നൽകുവാൻ വേണ്ടിയും കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. ഇതിന്റെ ഡോക്ടർ റാമിന് എങ്ങനെ ജാമ്യം കിട്ടി, അതിന്റെ വീഴ്ചകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്രയും രൂക്ഷമായ വിമർശനം ഉതിർത്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥർ ഹാജരാകുന്നത്. സർക്കാരിനെതിരെ കൂടിയുള്ള ഒരു വിമർശനമായിട്ട് ഇത് മാറുക എന്നുള്ളത് സർക്കാരിന് വലിയ ക്ഷീണം തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ട് അറസ്റ്റ് ചെയ്യിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് ആ സമയത്താണ് റാമിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ അന്ന് തന്നെ അദ്ദേഹത്തിന് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുവാനുണ്ടായ സാഹചര്യം, ഇത് ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഇതിൽ ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണം, അതായത് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസിന്റെ ഒരു നടപടിക്രമത്തിലെ വീഴ്ച കൊണ്ട് മാത്രം ഒരാൾക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റിയ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ കോടതിയെ നിസ്സഹായരാണ് ഇക്കാര്യത്തിൽ. കാരണം ചട്ടങ്ങൾ പാലിച്ച് അറസ്റ്റ് ചെയ്താൽ മാത്രമേ കോടതിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ആ വിമർശനം അത് വലിയ ഗൗരവത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ ആഭ്യന്തര സംവിധാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നേരിട്ട് ഹാജരാകുന്നത്. ശരി രാജേഷ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലെത്തുകയാണ്. ₹1 വിലയുണ്ടായിരുന്ന ആദ്യകാല ബമ്പർ ടിക്കറ്റ് മുതൽ ഇന്നത്തെ 35 കോടിയുടെ ബമ്പർ വരെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് പത്തനംതിട്ട കുളനട സ്വദേശി രാജൻ. ഭാഗ്യദേവത കനിയുമെന്ന പ്രതീക്ഷയ്ക്കപ്പുറം ലോട്ടറി ശേഖരണം ഒരു ഹോബിയായി കൊണ്ട് നടക്കുകയാണ് ഇദ്ദേഹം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി രാജൻ സൂക്ഷിക്കുന്ന ആ അത്യപൂർവ ശേഖരം രാജ്യത്തെ ലോട്ടറികളുടെ ചരിത്രം തന്നെയാണ്. ഭാഗ്യം പരീക്ഷിക്കാൻ ലോട്ടറി എടുക്കുന്നവർ നമുക്കിടയിൽ നിരവധിയാണ്. എന്നാൽ ഭാഗ്യത്തിനപ്പുറം ലോട്ടറി എടുക്കുന്നത് ഒരു ഹോബിയായി കാണുകയാണ് ടൗൺ പ്ലാനിംഗ് ഓഫീസിലെ മുൻ ജീവനക്കാരൻ കൂടിയായ കുളനട കാഞ്ഞിരത്തുമൂട്ടിൽ രാജൻ എന്ന 63-കാരൻ. ലോട്ടറിയുടെ ചരിത്രമറിയാൻ രാജന്റെ ഈ ശേഖരം പരിശോധിച്ചാൽ മതി. ആദ്യകാല ലോട്ടറികൾ, സൂപ്പർ ലോട്ടോ, വിവാദമായ സ്പോർട്സ് ലോട്ടറികൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭവന നിർമ്മാണത്തിനായി ഇറക്കിയ ജയ്ഭാഗ്യമാല ടിക്കറ്റ് തുടങ്ങി അപൂർവങ്ങളിൽ അപൂർവമായ ശേഖരമാണ് ഈ 63-കാരൻ്റേത്. 1968 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് രാജന് ലോട്ടറികളോടുള്ള ഈ പ്രണയം. 1978 മുതൽ സ്വന്തമായി ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങി. ഞാനിതൊരു 68-69 കാലത്ത് ആരംഭിച്ചു. ഞാനന്ന് 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയായിരുന്നു. അന്നേരം ഒരു ഹോബിയായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ ബാല്യം, കൗമാരവും യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യത്തിലായപ്പോഴും ഇപ്പോഴും നമ്മൾ അതൊരു വിനോദമായി തന്നെ തുടരുകയാണ്. ഇത് ഞാൻ മാത്രം എടുത്തതല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ലോട്ടറികളുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ 64 കാലഘട്ടത്തിൽ ജനിച്ച ആൾക്ക് 69 ലോട്ടറി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വഴിയിൽ നിന്ന് കിട്ടിയ ലോട്ടറികൾ ആദ്യം ഞാൻ ശേഖരിച്ചു തുടങ്ങിയതാണ്. ഇതിനോടകം ലക്ഷക്കണക്കിന് രൂപ ലോട്ടറിക്കായി രാജൻ ചിലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ടിക്കറ്റുകൾ വാങ്ങിയിട്ടും 5000 രൂപയിൽ കൂടുതൽ ഒരു വലിയ സമ്മാനം ഈ ഭാഗ്യാന്വേഷിയെ തേടിയെത്തിയിട്ടില്ല. എങ്കിലും നിരാശയില്ല. നിരവധി പ്രദർശനങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞ രാജന്റെ അടുത്ത ലക്ഷ്യം ഈ ലോട്ടറികളെല്ലാം കോർത്തിണക്കി മനോഹരമായ ഒരു ആൽബം തയ്യാറാക്കുക എന്നതാണ്. ഒത്തിരി ആളുകളുടെ കയ്യിൽ കുറച്ച് ലോട്ടറികൾ ഇരിപ്പുണ്ട്. പക്ഷേ ആ ലോട്ടറിയുടെ എനിക്ക് എത്തിച്ചു തന്നായിരുന്നെങ്കിൽ ഇതൊരു വലിയ സംഭവമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോകത്ത് ആദ്യത്തെ ലോട്ടറി ആൽബം നിർമ്മിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. ലോകത്ത് ആദ്യത്തെ ലോട്ടറി ആൽബം ഒരു മലയാളിയായ എന്നിലൂടെ സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കേരളത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റ് 21ഓളം സംസ്ഥാനങ്ങൾ പുറത്തിറക്കിയ ലോട്ടറികളും രാജന്റെ ശേഖരത്തിലുണ്ട്. ലോട്ടറികൾക്ക് പുറമെ പഴയകാല നാണയങ്ങളും പത്രങ്ങളും രാജൻ ശേഖരിക്കുന്നുണ്ട്.
പ്രതീക്ഷയുടെയും കഠിനാധ്വാനത്തിന്റെയും ഈ ശേഖരവുമായി രാജൻ തന്റെ യാത്ര തുടരുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെയും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇതോടെ ആഴ്ചയിൽ എല്ലാ ദിവസവും വിപണി നഷ്ടത്തിലായിരുന്ന വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ അവസാന ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിൽപ്പനയും വിപണിയിലുണ്ടാവും. ആഗോള വിപണികളിൽ തുടരുന്ന വിൽപ്പനയും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള കുതിച്ചുകയറ്റവുമാണ് വിപണിയിലെ ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ $100 ക്രൂഡ് ഓയിൽ വില എത്തിയത്. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കപ്പെടുത്തുന്ന സംഗതി തന്നെയാണ്. അതിൻ്റെ ഒരു സമ്മർദ്ദത്തിലാണ് ഇന്നലെ വിപണിയിൽ വിൽപ്പന കൂടിയതും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടർന്നു. ഇന്നലെ ഏതാണ്ട് 3000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മധ്യേഷ്യയിലും പശ്ചിമ ഏഷ്യയിലും ഒക്കെ പോയുന്ന അസ്വസ്ഥതയുടെ ഒരു പ്രതിഫലനമാണ് വിപണിയിലുണ്ടായിരുന്ന ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. അത് കൂടുതൽ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് വലിയ തോതിൽ ഒരു വിൽപ്പനയ്ക്ക് കാരണമായിട്ടുണ്ട്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റഗ്രൽ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ 23ാമത് ബാച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ജിം സിഒ എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടനും കാർട്ടൂണിസ്റ്റുമായ ജയരാജ് വാര്യർ സമകാലിക രാഷ്ട്രീയവും യുവജന കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഫയർസൈഡ് ചാറ്റ് വികസിത കേരളത്തിന്റെ തുറമുഖ സാധ്യതകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ SI പ്രോപ്പർട്ടി MD SN രഘുചന്ദ്രൻ നായർ, കൗമുദി TV ഡെപ്യൂട്ടി എഡിറ്റർ ലിയോ RB തുടങ്ങിയവർ പങ്കെടുത്തു. USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസസിന്റെ പ്രസിഡന്റും സിഒയുമായ ഗ്യാരി ജേക്കബ്സ്, WUC ഡയറക്ടർ ജനനി രാമനാഥൻ, LSC എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് തലവൻ പ്രൊഫസർ S ഗണേശൻ, ജിംസ് CEO മാത്യു എബ്രഹാം, ജിംസ് ഡയറക്ടർ റിനി ജോർജ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. ഏലത്തിന്റെ ശരാശരി വില 3000 കടന്നിരിക്കുകയാണ്. എന്നാൽ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ വില വർധനയുടെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ ഏലക്ക ഉൽപ്പാദനം 30% കുറയുമെന്നാണ് സൂചന. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഏലക്കയുടെ ശരാശരി വില 3000-ന് മുകളിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം കുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ലേലത്തിൽ ശരാശരി വില 3064 രേഖപ്പെടുത്തി. വില ഉയരുമ്പോഴും ഉൽപാദനം ഗണ്യമായി കുറയുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. എൽനിനോ പ്രതിഭാസവും ഇതേ തുടർന്നുണ്ടായ മഴക്കുറവും ഏലം കൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ 10% കുറവുണ്ടായതായാണ് സ്പൈസസ് ബോർഡിന്റെ കണക്ക്. എന്നാൽ ഉൽപാദനത്തിലെ കുറവ് 30% ഉണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കടമ മാർക്കറ്റ് ഇപ്പം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു ക്യാരി ഓവർ സ്റ്റോക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പം വരുന്ന കായാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒരു അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാരണം പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ഇപ്പം ജൂണിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. മഴ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എഫക്റ്റ് നമ്മുടെ തോട്ടങ്ങളിൽ നിന്നുണ്ടത്. പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പം നല്ലൊരു ഹൈ ഇതിലാണ് നിൽക്കുന്നത്. പക്ഷേ മെറ്റീരിയൽ അവൈലബിൾ അല്ല. ഒന്നാമത്തെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. കർഷകർക്ക് ഇപ്പം അവരുടെ കയ്യിലൊക്കെ സ്റ്റോക്ക് എനിക്ക് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നുന്നത്. അപ്പോൾ ഇനിയുള്ള പ്രൊഡക്ഷനിൽ വരുന്ന കായ കർഷകർക്ക് അതുകൊണ്ടൊരു കാര്യമായിട്ടുള്ള ഒരു ഗുണം ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ചിട്ടില്ല. ഇനി മുന്നോട്ട് പ്രൊഡക്ഷൻ വരുന്നതനുസരിച്ചിരിക്കും അവർക്കുള്ള ഒരു ഇത്. ലേലകേന്ദ്രങ്ങളിൽ പതിക്കുന്ന കായുടെ അളവിൽ 25% കുറവുണ്ട്. പൂക്കൾ വിടരുന്നുണ്ടെങ്കിലും അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ കായ്കൾ കൊഴിഞ്ഞു പോകുന്നു. വിപണിയിലെത്തുന്ന ഏലക്കയുടെ അളവ് കുറഞ്ഞതിനാൽ വരും ദിവസങ്ങളിൽ വീണ്ടും വില ഉയരുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, ഇടുക്കി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ടയ്ക്കായി ഇന്ന് ഇന്ത്യയ്ക്കായി ബോക്സർമാർ കളത്തിലിറങ്ങും. വൈകിട്ട് 3:30 തുടങ്ങുന്ന ബോക്സിംഗിൽ ഇന്ത്യയുടെ പ്രീതി പൻവാർ, ജസ്മിൻ ലാംബോറിയ, ആദിത്യ പ്രതാപ് സിംഗ് എന്നിവരും, രാത്രി 10 മണിക്ക് പ്രിയ ഗംഗാസ്, സുമിത് കുണ്ടു എന്നിവരും ഇറങ്ങും. വൈകിട്ട് പാരാ പവർ ലിഫ്റ്റിംഗിൽ അശോക് കുമാർ മാലിക്, സുമൻ ദേവി, ജസ്പ്രീത് കൗർ തുടങ്ങിയവരും ആദ്യ ദിനം മത്സരത്തിനിറങ്ങും. ജിംനാസ്റ്റിക്സ് പുരുഷ ടീമിന്റെ ഫൈനൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ്. നീന്തലിൽ അലി ഇമാമും ഇറങ്ങുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. നമസ്കാരം.